വെളുത്താലും കറുത്താലും മനുഷ്യനല്ലേ, ഞങ്ങൾ ചെയ്യുന്നതിലല്ലേ കാര്യം. നമ്മൾ സ്റ്റേജിൽ പോയി ഇപ്പോൾ വെളുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഡാൻസ് ഒന്നും കളിക്കാതെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ കൂടുതലൊന്നും കിട്ടാനല്ലല്ലോ. ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണത്തിന് അവർ ആ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ള ആ ഒരു പക്ഷാഭേദം കാണിക്കാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആൺകുട്ടികൾ കേരള നടനം ചെയ്യാറില്ലേ? കേരള നടനത്തിനും അങ്ങനെ തന്നെയാണ്, കാല് കവച്ച് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. സമം നിന്ന് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കലോത്സവത്തിനൊക്കെ ഇറങ്ങുന്നവരും വെളുത്തവരും ഉണ്ട് കറുത്തവരും ഉണ്ട്. ഇപ്പം മാർക്ക് കിട്ടിയത് ഏതൊക്കെ വെളുത്തവർക്കാ ഏതൊക്കെ കറുത്തവർക്കാന്ന് ആർക്കും അറിയത്തില്ല. അവരുടെ മുഖം ആർക്കും അറിയത്തില്ല. ഞങ്ങളും പഠിക്കുന്നതോടൊപ്പം അധ്യാപകരുമാണ്. എല്ലാവരും അധ്യാപകരായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല. കറുത്തവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും അവരുടെ ഒരു ആഹാര ഭംഗി നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അത് ക്ലിയറായിട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൽ പിന്നെ കൂടുതലായിട്ട് നമുക്ക് വേറെ കറുത്തവർ വെളുത്തവർ അങ്ങനെ ഒരു വിവേചനം വരുന്ന ഒരു ആവശ്യമില്ല. ടീച്ചർ അതിൽ പറയുന്നുണ്ടായിരുന്നു, കറുത്ത കുട്ടികളെ ഞാൻ പഠിപ്പിക്കും, പക്ഷേ കോമ്പറ്റീഷന് ഇറക്കത്തില്ല എന്ന്. കോമ്പറ്റീഷനാണെങ്കിലും മേക്കപ്പിലാണ് എല്ലാവരും ഇറങ്ങുന്നത്. മേക്കപ്പ് വരുമ്പോഴത്തേക്കും കുട്ടി കറുത്തതാണോ വെളുത്തതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. നമ്മളെന്തായാലും ഇതിനോടൊട്ടും യോജിക്കുന്നില്ല. ടീച്ചർ ഇന്നലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൺകുട്ടികൾ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ കാല് കവച്ച് വെച്ച് ചെയ്യുന്നത് ഭയങ്കര അരോചകരമാണെന്ന്. അപ്പം ആൺകുട്ടികൾ കേരള നടനം ചെയ്യാറില്ലേ? കേരള നടനത്തിനും അങ്ങനെ തന്നെയാണ്, കാല് കവച്ച് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. സമം നിന്ന് ആരും ചെയ്യുന്നില്ല. അതിനോടും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇപ്പോൾ കറുത്ത കുട്ടികളായിരുന്നാലും വെളുത്ത കുട്ടികളായിരുന്നാലും ആഹാര ഭംഗി എന്ന് പറയുമ്പം ബോഡി സ്ട്രക്ചറാണ് നോക്കുന്നത്. ബോഡി സ്ട്രക്ചർ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം, അതിൻ്റെ കളേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഇനി കറുത്തവരെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപമാനിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷ്ണൻ്റെ നിറം കറുപ്പാണ്. ഭഗവാൻ മഹാദേവൻ, അദ്ദേഹത്തിൻ്റെ വർണ്ണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ വളരെ നികൃഷ്ടമായ രീതിയിൽ പണ്ട് പാർവതീ ദേവിയോട് തന്നെ മഹാദേവൻ തന്നെ പറയുന്നതുണ്ട്. അദ്ദേഹം ഇങ്ങനെ കപാലിയായിട്ട് അങ്ങനെ ആ ഒരു രീതി. കൃഷ്ണൻ്റെ നിറം ബ്ലാക്കാണ്. പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ കൃഷ്ണൻ്റെ നിറം ആരും ബ്ലാക്ക് കൊടുക്കത്തില്ല. ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ്, അതുപോലെ തന്നെ പുരികം, ചുണ്ട്, ഇതെല്ലാം ബ്ലാക്ക് കളർ കൊടുത്താൽ ഒരിക്കലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഭാവം എന്താണെന്ന് ഒരിക്കലും പുറത്ത് കാണാൻ പറ്റില്ല. അതേസമയം ഫേസ് വെളുപ്പിച്ചിട്ട് കണ്ണിന് കറുപ്പ് നിറം, പുരികത്തിന് കറുപ്പ് നിറം, ചുണ്ടിന് ചുവന്ന നിറം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അവർ വെളിയിൽ നമ്മൾ സ്റ്റേജിൽ നിന്ന് ചെയ്യുന്ന വ്യക്തിയെ പുറത്ത് നിന്ന് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ്, പുരികം, ചുണ്ട് ഇതുപോലെയുള്ള അവയവങ്ങൾ കൊണ്ട് എങ്ങനെ പ്രകടിപ്പിക്കുന്നു, ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മേക്കപ്പാണ് ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയുടെ കളറ് അതിന് വരത്തില്ല. അവർ പറഞ്ഞു കറുത്ത ആൾക്കാരെ അവർ ഇറക്കത്തില്ല, അവരുടെ സ്റ്റുഡൻസിനെ തന്നെ ഇറക്കത്തില്ല. അപ്പം എന്നിട്ടും ആ പിള്ളേർ അവരുടെ കീഴിൽ പഠിക്കുന്നുണ്ട്. അപ്പം അത് അവരോടുള്ള ബഹുമാനം കൊണ്ടാണ്, അല്ലാതെ അവർ വലിയ സംഭവം അങ്ങനെയുള്ള ഒരു രീതിയിലല്ല. ടീച്ചറിനോടുള്ള ബഹുമാനം അല്ലെങ്കിൽ ആദരവ് കൊണ്ടായിരിക്കും അവിടെ വീണ്ടും പഠിക്കുന്നത്. ഇതെല്ലാം അവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ടീച്ചറിൻ്റെ കീഴിൽ ഇങ്ങനെ പഠിക്കുമ്പം? നൃത്തം ചെയ്യുമ്പോൾ ഡാൻസാണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. അപ്പം വെളുത്തവർ വന്നൊന്നും കളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഫുൾ മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയുള്ള കാര്യമാണോ? അല്ല. അപ്പോൾ ഈ കലോത്സവത്തിനൊക്കെ ഇറങ്ങുന്നവരും വെളുത്തവരും ഉണ്ട് കറുത്തവരും ഉണ്ട്. ഇപ്പം മാർക്ക് കിട്ടിയത് ഏതൊക്കെ വെളുത്തവർക്കാ ഏതൊക്കെ കറുത്തവർക്കാന്ന് ആർക്കും അറിയത്തില്ല. അവരുടെ മുഖം ആർക്കും അറിയത്തില്ല. നമ്മൾ ഡാൻസ് പഠിക്കാനല്ലേ വരുന്നത്, അല്ലെങ്കിൽ ഡാൻസ് നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ വരുമ്പോൾ അത് കറുത്തത് വെളുത്തതെന്നുള്ള ഒരു രീതി നമ്മൾ പറയുന്നില്ല. ഡാൻസ് എത്രത്തോളം കളിക്കുന്നു അതിനാണ് കാര്യം ഇരിക്കുന്നത്. ഞങ്ങൾ ആരും ഭയങ്കര വെളുത്തവരൊന്നുമല്ല. അതായത് വെളുത്താലും കറുത്താലും മനുഷ്യനല്ലേ, ഞങ്ങൾ ചെയ്യുന്നതിലല്ലേ കാര്യം. ഇപ്പോൾ ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾക്കും അത് ഫേസ് ചെയ്യേണ്ടി വന്ന്, ഞങ്ങളാണ് അത് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുപോലെ ഓരോ കുട്ടികളും ടീച്ചറിൻ്റെ ഓരോ സ്റ്റുഡൻറ്റിനെയും കറുത്തിരിക്കുന്നതുകൊണ്ട് മത്സരത്തിന് ഇറക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമായി. അപ്പോൾ അത് എന്താ പറയുക, ഇത് വെറും നീചമായിട്ടുള്ളൊരു കാര്യമാണ് ടീച്ചർ ഈ പറഞ്ഞതും ചെയ്യുന്നതും എല്ലാം. ടീച്ചർ അതിൽ പറയുന്നുണ്ട്, ടീച്ചർക്ക് തന്നെ കറുത്ത കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ സ്റ്റുഡൻസായിട്ട് നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണത്തിന് അവർ ആ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ള ആ ഒരു പക്ഷാഭേദം കാണിക്കാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു കറുത്ത ആൾക്കാരായാലും അതെ, വെറുത്ത കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും കറുത്ത കുട്ടികളുടെ നിന്ന് കുറച്ച് പൈസയും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അതെ, ഒരിക്കലും ആ പൈസയ്ക്ക് അവർ നിറവ്യത്യാസം അവർ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ടീച്ചർ പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായം ഇതാണ്, ഞാനത് എവിടെയും പറയുന്നത്. ഇപ്പം ടീച്ചർക്ക് നേരെയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഏതെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് നേരെ വേറൊരാൾ ഈ അഭിപ്രായം പറഞ്ഞാൽ ടീച്ചർ സഹിക്കുമോ? അതുപോലെ ഓരോ വ്യക്തിക്കും ഇമോഷൻസ് ഉണ്ടെന്ന് ടീച്ചർ മനസ്സിലാക്കിയാൽ കൊള്ളാം. അതുപോലെ തന്നെ വെളുത്ത കുട്ടി മേക്കപ്പ് ചെയ്യുന്നില്ലെന്ന് ആരാ പറഞ്ഞത്?
വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും മേക്കപ്പ് ചെയ്തിട്ട് സ്റ്റേജിൽ കയറാറുള്ളൂ. നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്ന തന്നെ ഈ ഒരു മേക്കപ്പ് ഇടാതെ കണ്ണ് നീട്ടി വരച്ച കണ്ണിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അറിയത്ത് പോലുമില്ല. ഫുൾ മേക്കപ്പ്, അത് നമ്മുടെ ആ മുഖം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മേക്കപ്പ് ചെയ്യുന്നത് തന്നെ. അതിപ്പോൾ വെളുത്തിരുന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. വെളുകിയ ഏറ്റവും ബെസ്റ്റ് എക്സ്പേർട്ട് എഴുത്തുകാരനും അതേപോലെ കൂടിയാട്ടത്തെ ചെയ്യുന്ന ഒരാളുമാണ്. അവർ കറുത്ത ആളായതുകൊണ്ട് നമുക്ക് മാറ്റി നിന്നുണ്ടോ? വേൾഡ് യുനെസ്കോ പോലും അംഗീകരിച്ചവരാണ്. അതേപോലെ കപില, അങ്ങനെ തുടങ്ങിയ ഒത്തിരി ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ഒരു അങ്ങോട്ട് മോഹിനിയാട്ടത്തിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഫേമസ് ആയിട്ടുള്ളതുകൊണ്ട് കറുത്ത ആളുകൾ വ്യത്യാസമൊന്നും അങ്ങനെ അവിടെ കാണിക്കുന്നില്ല. നിറത്തെക്കുറിച്ച് ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല. നിറം വേണം എന്ന് ഒരു ശാസ്ത്രത്തിലും നാട്യശാസ്ത്രത്തിലൊന്നും അങ്ങനെ നർത്തകി ലക്ഷണങ്ങളുണ്ട്. ഒരു ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ നിറത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. മത്സര ഇനത്തിനും കളർ വേണമെന്ന് പറയുന്നില്ല, ആകാര സുഷമ വേണമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആകാര സുഷമ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കീഴിൽ ഒരു കുട്ടിയെ എത്തിച്ചാൽ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാക്സിമം നല്ല രീതിയിൽ തന്നെയായിരിക്കും ആ കുട്ടിയെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിനാക്കുക. അതിപ്പോൾ നിറം കുറഞ്ഞു എന്ന് വെച്ചിട്ട് ആ കുട്ടിയെ മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ല.